ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്പത്ത് കൈവരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ സമ്പത്ത് കൈവരിക്കാനുള്ള മനസ്സിലെ വെമ്പല് യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പാലിക്കേണ്ട 6 പ്രമാണങ്ങളാണുള്ളത് എന്നാണ് നെപ്പോളിയൻ ഹില്ല് പഠിപ്പിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രമാണമാണ്, സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്ന സമ്പത്തിന്റെ അളവിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ള തിട്ടമോ അല്ലെങ്കിൽ കണക്ക് ആവശ്യമാണ്. എത്രയാണ് എനിക്ക് സമ്പാദിക്കേണ്ടത് എന്നുള്ള കൃത്യമായ കണക്ക് നിങ്ങളുടെ മനസ്സിൽ വേണം. അതാണ് ഒന്നാമത്തെ പ്രമാണം. ഐശ്വര്യ സമൃദ്ധി എനിക്ക് വേണമെന്ന് മനസ്സിൽ കണക്കാക്കിയാൽ പോരാ, പക്ഷെ എത്ര എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ അത്യാവശ്യമാണ്. രണ്ടാമത്തെ പ്രമാണം, ആർജിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്പത്തിന് പകരമായി നിങ്ങൾ എന്ത് സമർപ്പിക്കാൻ തയ്യാറാണെന്നത് മനസ്സിൽ തീരുമാനമെടുക്കുക. ഒരു വിലയും കൊടുക്കാതെ ഈ ലോകത്തൊന്നും സ്വന്തമാക്കാനാവില്ല എന്ന് മനസ്സിലാക്കുക. എൻ്റെ ഒരു മെന്റർ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ഒരിക്കലും ആർക്കും ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നും അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കരുത്. എല്ലാത്തിനും ഈ ലോകത്തൊരു വിലയുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിന്റെ മൂല്യം നഷ്ടമാകും എന്നാണ് അദ്ദേഹം പറയാറ്. അപ്പൊ ആർജിക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്പത്തിന് പകരമായി നിങ്ങൾ എന്ത് സമർപ്പിക്കുവാൻ തയ്യാറാണെന്നത് മനസ്സിൽ തീരുമാനമെടുക്കുക. അതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രമാണം. ഒരു വിലയും കൊടുക്കാതെ ഈ ലോകത്ത് നമുക്കൊന്നും സ്വന്തമാക്കാനാകില്ല എന്ന് മനസ്സിലാക്കുക. അതായത് കാൽക്കുലേറ്റർ റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും പലപ്പോഴും. ഒരു കാര്യം ഏറ്റെടുത്താൽ ആ കൃത്യം എത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിനുള്ള കാലാവധിയും അവസാന തീയതിയും ഉറപ്പിച്ചെടുക്കുക. ഇതാണ് മൂന്നാമത്തെ പ്രമാണം. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനം എടുത്തു നമ്മുടെ മനസ്സിൽ, പക്ഷെ അത് പിന്നെ ആവട്ടെ, ഇനി സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നീട്ടി വെക്കാറുണ്ട് പലപ്പോഴും അല്ലേ? എനിക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്, സമയമുണ്ട്, അത് ഞാൻ ചെയ്യും, എന്തായാലും ചെയ്യും, പക്ഷെ അത് ഉടനെ ചെയ്യും. പക്ഷെ അത് എപ്പോഴാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതിങ്ങനെ നീണ്ടു ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടു പോയിട്ടുണ്ടാവും. നാലാമത്തെ പ്രമാണം, മോഹ സാക്ഷാത്കാരത്തിനായി കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കി നിങ്ങൾ തയ്യാറാണെങ്കിലും അല്ലെങ്കിലും ഉടനടി അത് നടപ്പിൽ വരുത്തുക. നമ്മളുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനൊരു പ്ലാൻ വരയ്ക്കണം അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ലക്ഷ്യം നമുക്ക് സാധിച്ചെടുക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കി അതിനുവേണ്ടി നമ്മളത് പ്രവർത്തിച്ചു തുടങ്ങിയാലല്ലേ നടപ്പിൽ വരുള്ളൂ. മനസ്സിൽ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാല് എത്ര സമ്പാദ്യം ഉണ്ടാക്കണം, എത്ര സമയത്തിനുള്ളിൽ അത് ചെയ്തെടുക്കണം, എന്റെ കയ്യിൽ അതിനായി പകരം വെക്കാൻ എന്താണ് ഉള്ളത്, എന്റെ അഭിലാഷ പൂർത്തീകരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി എന്നിവ വ്യക്തമായി കുറിച്ചെടുക്കുക. ഇതാണ് അഞ്ചാമത്തെ പ്രമാണം. ആറാമത്തെ പ്രമാണം വളരെ പ്രധാനമാണ്. എഴുതി തയ്യാറാക്കിയ കുറിപ്പ് പ്രഭാതത്തിൽ എഴുന്നേറ്റ ഉടനെയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും 2 തവണയെങ്കിലും വായിക്കുക. വായിക്കുമ്പോൾ ആഗ്രഹം സാധിച്ചെടുത്തതുപോലെ മനസ്സിൽ കരുതുകയും ആ വിശ്വാസം മനസ്സിൽ കുത്തി നിറയ്ക്കുകയും അഭിലാഷ പൂർത്തീകരണം കരസ്ഥമാക്കിയ ആളായി നിങ്ങളെ കാണുകയും ചെയ്യുക. ഈ 6 നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നന്മാരിൽ ഒരാളായി തീരാൻ സാധിക്കും എന്നാണ് നെപ്പോളിയൻ ഹില്ല് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, പണം സമ്പാദിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് പണം കയ്യിലെത്തിയെന്ന് കണക്കിലെടുത്ത് പെരുമാറാൻ നമുക്ക് സാധിക്കുന്നത് എന്ന് പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ജ്വലിക്കുന്ന മോഹത്തിന്റെ തീക്ഷ്ണമായ ആഗ്രഹത്തിന്റെ ഒരു ആവശ്യം വരുന്നത്. അതായത് നിങ്ങളുടെ മോഹം ഒരു ആവേശമായി നിങ്ങളെ പൊതിയുമ്പോൾ നിങ്ങളത് കൈക്കലാക്കുമെന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾ അത്രയും തീക്ഷ്ണമായിട്ടാണ് നിങ്ങൾക്ക് സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ സമ്പാദ്യം സ്വന്തമാക്കുക തന്നെ ചെയ്യും. ഇപ്പൊ സ്വന്തമാക്കാൻ നിങ്ങൾ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. സ്വന്തമാക്കിയേ അടങ്ങൂ എന്ന തോന്നൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വിടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സമ്പത്തിനെ കുറിച്ച് മനസ്സിൽ ബോധം നിറഞ്ഞ ഒരാൾക്ക് മാത്രമേ സമ്പത്ത് ആർജിക്കാൻ സാധിക്കുള്ളൂ. മനസ്സിൽ എന്താണോ നമ്മുടെ ലക്ഷ്യബോധം അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ നേട്ടം കൈവരിച്ച തോന്നൽ മനസ്സിൽ ഉളവാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുക. മനുഷ്യ മനസ്സിന്റെ പെരുമാറ്റ രീതികളെ കുറിച്ച് അറിവില്ലാത്തവർക്ക് ഈ പ്രമാണങ്ങൾ ശരിയാണോ എന്നൊക്കെ സംശയം തോന്നിയേക്കാം. പക്ഷേ സ്റ്റീൽ ഫാക്ടറിയിൽ വെറും സാധാരണ കൂലിവേലക്കാരനായിട്ട് തുടങ്ങിയ
ഈ പ്രമാണങ്ങളുടെ സഹായത്താൽ മാത്രം ശതകോടികളുടെ സമ്പത്തും ആസ്തിയും ഉണ്ടാക്കാൻ കഴിഞ്ഞ ആൻഡ്രൂ കാർണഗി സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറഞ്ഞ പ്രമാണങ്ങളാണിവ. ആൻഡ്രൂ കാർണഗിയുടെ ഈ 6 പ്രമാണങ്ങളും വിഖ്യാതനായ തോമസ് ആൽവ എഡിസൺ കൂടെ സ്വയമായിട്ട് ഉപയോഗിച്ച് തൃപ്തനാവുകയും അവയുടെ മൂല്യത്തെക്കുറിച്ചുള്ള ദൃഢീകരണം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. തോമസ് ആൽവ എഡിസൺ പറയുകയുണ്ടായി, ഇത് ധനവും ആസ്തിയും ആർജിക്കുന്നതിന് മാത്രമല്ല മറ്റേതൊരു ലക്ഷ്യപൂർത്തീകരണത്തിനും ഉപയോഗപ്രദമായിരിക്കും എന്ന് പറയുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഈ 6 പ്രമാണങ്ങളും പാലിക്കുക എന്നുള്ളത് അത്ര വലിയ ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല, അത്ര വലിയ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇത് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് മണ്ഡലത്തിലോ നമ്മൾ കണ്ണടിച്ച് വിശ്വസിക്കണമെന്നില്ല. ഇത് പാലിക്കുന്നതിന് നമുക്ക് കൂടിയ വിദ്യാഭ്യാസം വേണമെന്നോ അതിന്റെ ആവശ്യമില്ല. വെറും യോഗം അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രം നമുക്ക് സമ്പത്ത് ആർജിച്ചെടുക്കാൻ പറ്റില്ല. വിപുലമായ ആസ്തിയും സമ്പത്തും ഉണ്ടാക്കിയെടുത്തവരെല്ലാം ആദ്യം അവര് കാണുന്ന സ്വപ്നത്തെ പ്രതീക്ഷയും മോഹവുമാക്കി മാറ്റുമെങ്കിലും പിന്നീട് അവയെ അഭിലാഷവും പദ്ധതികളുമാക്കി രൂപപ്പെടുത്തുമ്പോൾ മാത്രമാണ് അവ യാഥാർത്ഥ്യമായി വന്നിട്ടുള്ളൂ. അതായത് ധനികനാവണം അല്ലെങ്കിൽ ധനികയാവണം എന്ന തീവ്ര മോഹത്തെ ജ്വലിക്കുന്ന തൃഷ്ണയാക്കി മാറ്റി ആ സ്വപ്നത്തെ നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് സഫലീകരിക്കാൻ സാധിക്കുള്ളൂ. വിപുലമായ സമ്പാദ്യം ഭാവനയിൽ നമുക്ക് സങ്കല്പിക്കാനാവുന്നില്ലെങ്കിൽ ഒരിക്കലും അവ നമ്മുടെ യാഥാർത്ഥ്യമായി മാറില്ല. പ്രായോഗിക സ്വപ്നം കാണുന്നവരുടേതാണ് ഇന്നത്തെ ലോകം. എല്ലാവരും തന്നെ സ്വത്തും പണവും സമ്പാദിക്കാനുള്ള ഒരു ത്വരയിൽ ഓടിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം കാത്തിരിക്കുന്നത് പുതിയ പുതിയ നേതാക്കളെയും പുതിയ പുതിയ ആശയങ്ങളെയും ആവിഷ്കാരങ്ങളെയും പുത്തൻ വിപണന തന്ത്രങ്ങളെയും പുതിയ പുസ്തകങ്ങളെയും പുതിയ ചലച്ചിത്രങ്ങളെയും എല്ലാമാണ്. പക്ഷേ എല്ലാ പുതിയതായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് പിറകിലും വിജയസാഫല്യത്തിനായി അവശ്യം വേണ്ട ചിലതുണ്ട്. അവയാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന വ്യക്തത, അതെങ്ങനെ നേടണം എന്ന കൃത്യത, കൂടാതെ അത് സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത തൃഷ്ണ. ഇതില്ലാതെ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റില്ല. നമുക്കൊരു കൃത്യമായ ക്ലാരിറ്റി, എന്താണ് എനിക്ക് വേണ്ടതെന്ന ക്ലാരിറ്റി, ഏതെന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള വ്യക്തത, അതെങ്ങനെ നേടണം എന്നുള്ള കൃത്യത, കൂടാതെ അത് സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത തൃഷ്ണ അല്ലെങ്കിൽ കത്തി ജ്വലിക്കുന്ന ഒരു ഡിസയർ, ബേണിംഗ് ഡിസയർ. അപ്പൊ നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ക്ഷമയും തുറന്ന മനസ്സും. ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. പുതിയ ആശയങ്ങളെ ഭയപ്പെടുന്ന ആൾക്കാരെ തുടക്കത്തിലെ തോൽവി സമ്മതിക്കുന്നവരാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് വഴി തെളിച്ചു മുമ്പേ നടക്കുന്നവരുടേതാണ്. ഇപ്പോഴുള്ളതിനേക്കാളും അനുകൂലമായ ഒരു സമയം നമുക്ക് മുമ്പുണ്ടായിട്ടേ ഇല്ല എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. സമ്പത്ത് ആർജിക്കാൻ നിങ്ങൾ പദ്ധതികൾ ഇടുമ്പോൾ നിങ്ങളിലെ സ്വപ്നങ്ങൾ കാണുന്ന ആ ഒരാളെ താഴ്ത്തിക്കെട്ടാൻ നിങ്ങൾ മറ്റാരെയും അനുവദിക്കരുത്. നിങ്ങളിലെ സ്വപ്നം കാണുന്ന നിങ്ങൾ എന്ന വ്യക്തിയെ താഴ്ത്തിക്കെട്ടാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത്. കൊളംബസ് താൻ കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തതായ ഒരു ലോകത്തെ സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല, അതിനായി തന്റെ ശിഷ്ട ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു. അവസാനം ആ ലോകം കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലെ. ജ്യോതിശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസ് ഒന്നിലേറെ ഗ്രഹസഞ്ചയങ്ങളും വ്യവസ്ഥിത ലോകങ്ങളും ഉണ്ടെന്ന് വിഭാവനം ചെയ്യുകയും അവയിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്തില്ലേ. ഒഴികഴിവുകൾ കൊണ്ട് നമുക്ക് പരാജയത്തെ സാധൂകരിക്കാനാകാത്തതുപോലെ ഏതൊരു വിജയത്തിനും നമുക്ക് ക്ഷമാപണത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയെങ്കിൽ നിങ്ങൾ അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ വെച്ച കാൽ മുന്നോട്ട് തന്നെ വെക്കുക, അത് ചെയ്തെടുക്കുക. നിങ്ങളുടെ താൽക്കാലിക വീഴ്ചകൾ നിരീക്ഷിച്ച് ചുറ്റുമുള്ളവർ എന്ത് പറയുമെന്നുള്ള ആശങ്ക നിങ്ങൾ ദൂരെ കളഞ്ഞേക്കണം. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ മാത്രം നിങ്ങൾ ലക്ഷ്യം വെക്കുക. കാരണം നമ്മളെ വിമർശിക്കുന്നവര്, നമ്മളെ കളിയാക്കുന്നവര്, അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഓരോരോ തോൽവിയും തുല്യ മൂല്യമുള്ള വിജയത്തിന്റെ വിത്തുകളാണ്. നിർധനനും അശിക്ഷിതനും, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവനുമായ ഹെൻറി ഫോർഡ് മൃഗങ്ങളെ കെട്ടാത്ത യാന്ത്രികമായി ചലിക്കുന്ന വണ്ടികളെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിന് കൈമുതലായ കഴിവുകളും ഉപകരണങ്ങളും വെച്ച് അനുകൂലമായ സന്ദർഭത്തിന് വേണ്ടി അദ്ദേഹം കാത്തു നിന്നില്ല. പക്ഷെ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതിന്റെ ഫലമാണ് ഇന്ന് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന പെട്രോൾ വണ്ടികൾ.
ഇനി ഒരാൾക്കും അവതരിപ്പിക്കാനാവാത്ത ചക്രങ്ങൾ ഈ ലോകത്ത് ഹെൻറി ഫോർഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിന് സ്വന്തം സ്വപ്നങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ ഒട്ടും മടിയില്ലായിരുന്നു എന്നതാണ്. വിദ്യുച്ഛക്തി കൊണ്ട് തെളിയുന്ന വിളക്ക് സ്വപ്നം കണ്ടു തുടങ്ങിയ തോമസ് എഡിസൺ 10,000-ലധികം പിഴവുകൾ ഉണ്ടായി. എന്നിട്ടും അദ്ദേഹം ഗിവപ്പ് ചെയ്തില്ല. സ്വപ്നം പ്രായോഗികമാക്കാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ തുനിയുന്നവർക്ക് ലക്ഷ്യപ്രാപ്തിക്ക് മുമ്പേ ഒരിക്കലും സ്വപ്നത്തിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അതിലേക്ക് എത്തിച്ചേരുന്നത് വരെ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 6 പ്രമാണങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ 6 പ്രമാണങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. വലിയൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.